Working with tabs. The most common way to indent the text is to use the tab key. It is used to move the cursor at certain spaces in a document. By default, tab stops are set at every half inches. You can set the tab stops along the roller according to your requirement. When you press the tab key, the cursor automatically jumps the next tab. To set the tab stop, follow the given steps. Step 1. Click on the Format menu. Step 2. Select the paragraph option from the drop-down menu. The paragraph dialog box will appear. Step 3. Click on the tab button. Step 4. Type a tab position in the position text box. For example, 1.5 inch. Step 5. Select any of the alignment option in the type section. Step 6. Click on OK button. Now press the tab key. The cursor will jump to the next position where you have set the tab stop. ടെക്സ്റ്റിനെ ഇൻഡന്റ് ചെയ്യാൻ സാധാരണ ചെയ്യുന്നതാണ്. നമുക്ക് ടാബ് സെറ്റ് ചെയ്ത ശേഷം കീബോർഡിലെ ടാബ് കീ പ്രസ് ചെയ്തിട്ട് ഇൻഡന്റ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ ടാബ് ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ടാബ് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കഴ്സർ മൂവിങ് ഹാഫ് ഇഞ്ചിലായിരിക്കും പോവുക. അതായത് ഡീഫോൾട്ട് ആയിട്ടുള്ള ടാബ് സ്റ്റോപ്പ് പറഞ്ഞത് ഹാഫ് ഇഞ്ചാണ്. അപ്പോൾ സാധാരണ നമ്മൾ ഡോക്യുമെന്റുകൾ പ്രത്യേകിച്ച് ബയോഡാറ്റ അങ്ങനെയുള്ളതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നിശ്ചിത അകലത്തിൽ എല്ലാ ലൈൻസിലും നിശ്ചിത അകലത്തിൽ വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ടാബ് സ്റ്റോപ്പ് സെറ്റ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള അകലത്തിൽ റൂളർ ഉപയോഗിച്ചിട്ട് അവിടെ അങ്ങനെ സെറ്റ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ നമുക്ക് ഫോർമാറ്റിങ്ങിൽ പോയിട്ടും ഫോർമാറ്റ് മെനുവിൽ പോയിട്ടും ടാബ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നെക്സ്റ്റ്, പേജ് ഫോർമാറ്റിംഗ്. LibreOffice Writer offers features to set the page properties such as page margins, page orientation, page size, etc. Let's learn some of them. അടുത്ത സെക്ഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പേജ് ഫോർമാറ്റിംഗ് ആണ്. അപ്പോൾ പേജ് ഫോർമാറ്റിങ്ങിൽ പേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിക്കുന്നത്. അതിലാദ്യം തന്നെ പേജിൻ്റെ മാർജിന് എങ്ങനെ സെറ്റ് ചെയ്യണം, അതുപോലെ പേജ് ഓറിയന്റേഷൻ. അതുകൂടാതെ പേജ് ഫോർമാറ്റിൽ നമുക്ക് പേജിൻ്റെ സൈസ് സെറ്റ് ചെയ്യാം. അതുപോലെ പേജ് പ്രിവ്യൂ. പേജ് മാർജിൻ refers to the blank space around the edges of the page. This space seen on all the four sides of the page is called top margin, bottom margin, left margin and right margin. All the text and images are inserted inside the margin. To set margins, follow these given steps. Step 1. Click on Page option from Format menu. Now the Page Styles dialog box will appear. Step 2. Select the Page tab. Step 3. In the Margin section, set the value of left, right, top and bottom margin. Step 3. Click on OK button. പേജ് മാർജിൻ എന്ന് പറഞ്ഞാൽ പേജിൻ്റെ ചുറ്റുഭാഗത്തും, അതായത് പേജിൻ്റെ അരികിനോട് ചേർന്നിട്ട് വരുന്ന ബ്ലാങ്ക് സ്പേസ് ആണ്. ഇപ്പം നമ്മൾ ഇതിൽ ടൈപ്പ് ചെയ്യുകയാണെങ്കിലും അതിലേക്ക് ചിത്രങ്ങളൊക്കെ ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിലൊക്കെ നമ്മൾ ഈ മാർജിൻ്റെ അകത്തേക്കായിരിക്കും ഇൻസേർട്ട് ആവുക. മാർജിൻ്റെ അകത്തേക്കാണ് സാധാരണ ഈ കാര്യങ്ങളൊക്കെ ടെക്സ്റ്റ് ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ മാർജിന് അങ്ങനെ ആണെങ്കിൽ ടോപ്പ് മാർജിൻ, ബോട്ടം അതായത് മുകളിൽ വരുന്ന ഭാഗം ഈ സ്പേസിനെ ടോപ്പ് മാർജിൻ എന്നും താഴെ വരുന്ന ബോട്ടം മാർജിൻ എന്നും ലെഫ്റ്റ് സൈഡിൽ ലെഫ്റ്റ് മാർജിൻ, റൈറ്റിലുള്ളത് റൈറ്റ് മാർജിൻ എന്നാണ്. അപ്പോൾ ഓരോന്നും നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് മാർജിന് കൂട്ടാനും കുറക്കാനൊക്കെ സാധിക്കും. സാധാരണ ലെഫ്റ്റ് റൈറ്റ് മാർജിനൊക്കെ നമ്മളൊരു പുസ്തകമായിട്ട് തയ്യാറാക്കുമ്പോഴൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരാറുണ്ട്. കാരണം നമ്മൾ ബൈൻഡ് ചെയ്യുമ്പോഴൊക്കെ കൂടുതൽ അകലം ആവശ്യം വരാറുണ്ട്. അതുപോലെ ഒരു ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്താൽ ചിലപ്പം എല്ലാ മാർജിനും ഈക്വൽ ആയിട്ടായിരിക്കും വരിക. അപ്പം നമുക്ക് താഴെയും ചില സാഹചര്യത്തിൽ ബോട്ടം അതല്ലെങ്കിൽ റൈറ്റ് മാർജിനൊന്നും ചിലപ്പോൾ ആവശ്യം ഉണ്ടായിരുന്നു വരില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് കുറച്ചുകൊണ്ട് കൂടുതൽ ടെക്സ്റ്റുകൾ ഉൾപ്പെടുത്തിയിട്ട് പേജിന്റെ എണ്ണം കുറക്കാനൊക്കെ സാധിക്കും.
ഇങ്ങനെ നമുക്ക് മാർജിൻസ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് പേജ് ഓറിയന്റേഷൻ. Orientation means the layout position of the paper for printing. There are two ways to set the orientation of the page in LibreOffice Writer document. They are portrait and landscape. To set page orientation, follow the given steps. Step 1. Click on Page option from Format menu. Now the Page Style dialog box appears. Step 2. Select the Page tab. Step 3. In the Paper Format section, choose the type of orientation as Portrait or Landscape. Step 4. Click on OK button. പ്രിൻ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പേജ് ഓറിയൻറ്റേഷൻ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. LibreOffice റൈറ്ററിൽ ഉള്ള 2 ഓറിയൻറ്റേഷനാണ് പോർട്രേറ്റ് ആൻഡ് ലാൻഡ്സ്കേപ്പ്. അപ്പോൾ നമ്മളൊരു A4 സൈസാണ് ഇപ്പോൾ പ്രിൻ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ നീളം കൂടുതൽ വരുന്ന രീതിയിലാണോ അതോ അതിനെ പോർട്രേറ്റ് എന്ന് പറയും. അതല്ല ലാൻഡ്സ്കേപ്പ് വിലങ്ങനെ ചെരിഞ്ഞ രീതിയിൽ വരുന്നതാണ് ലാൻഡ്സ്കേപ്പ്. അപ്പോൾ കൂടുതൽ ഈ ചിത്രങ്ങളൊക്കെ അതായത് വൈഡായിട്ട് എടുത്തു കൂടിയ ചിത്രങ്ങളൊക്കെ വരുമ്പോഴായിരിക്കും മിക്കവാറും, അല്ലെങ്കിൽ വലിയ ടാബിളുകൾ കൂടുതൽ കോളംസ് വരുന്ന ടാബിളുകളൊക്കെ വരുമ്പോൾ നമുക്ക് ലാൻഡ്സ്കേപ്പ് ആയിട്ട് പ്രിന്റ് ചെയ്യേണ്ടി വരും. നമ്മൾ സാധാരണ പ്രിന്ററിൽ പേപ്പറൊക്കെ സാധാരണ പോലെ തന്നെയാണ്, പക്ഷെ നമ്മളിവിടെ ഓറിയന്റേഷൻ മാറ്റിയിട്ടാണ് ചെരിച്ചിട്ടും കുത്തനൊക്കെ ആയിട്ട് പ്രിന്റിങ് വരുത്തുന്നത്. ഓക്കെ. നെക്സ്റ്റ് പേജ് ഫോർമാറ്റ്. ഇൻ റൈറ്റർ യു ക്യാൻ work with different sizes of paper, but the available selection depend on the type of printer you use. To set a page format, follow the given steps. Step 1. Click on the Format menu and select the Page option. Step 2. In the Page Style dialog box, the Page tab. Step 3. Under the Paper Format section, in the Format box, the current paper size is highlighted. Step 4. Click on the Format drop-down arrow and select the desired paper size option. The paper size of the document changes accordingly. Observe the change in the preview block. Step 5. Click on the OK button. പേജ് ഫോർമാറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് വ്യത്യസ്ത സൈസിലുള്ള പേപ്പറുകൾ സെലക്ട് ചെയ്യാൻ പറ്റും, പേജിൻ്റെ സൈസുകൾ സെലക്ട് ചെയ്യാൻ പറ്റും. എക്സാമ്പിളിന് A4, A6, A3, P5, B4, ലെറ്റർ, ലീഗൽ, ഇങ്ങനെ ഒരുപാട് പേപ്പർ സൈസുകളുണ്ട്. അപ്പോൾ അത് നമ്മുടെ പ്രിന്ററിനനുസരിച്ചിട്ട് സെറ്റ് ചെയ്യുകയായിരിക്കും നല്ലത്. A4 ലെറ്ററൊക്കെ നമുക്ക് സാധാരണ പ്രിന്ററിൽ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ A3 ഒക്കെ ആണെങ്കിൽ വലിയ മെഷീനിലായിരിക്കും, ഫോട്ടോസ്റ്റാറ്റ് അല്ലെങ്കിൽ കോപ്പിയറൊക്കെ ഒന്നിച്ചുള്ള വലിയ പ്രിന്ററിലാണ് സാധാരണ A3 പേപ്പറൊക്കെ എടുക്കാറ്. A4 ലെറ്റർ, ലീഗൽ ഇതൊക്കെ സാധാരണ പ്രിന്ററിൽ പ്രിന്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ. നെക്സ്റ്റ് പേജ് പ്രിവ്യൂ. LibreOffice Writer offers a facility to preview a document before sending it to print. You can visualize how the document will look like by using the preview option. To preview a document, follow these given steps. Step 1. Click on the Page Preview button on the standard toolbar or select the Page Preview option from the File menu. Step 2. The preview of your document appears on the screen as shown in the figure. When you have finished preview, click on Close Preview button. After checking the preview of the document, you can print the document. You can directly print your entire document by clicking on the Print button from the standard toolbar. Shortcut key. Ctrl+Shift+O is the shortcut key for page preview. പേജ് പ്രിവ്യൂ എന്തിനാന്ന് വെച്ചാൽ LibreOffice നമ്മൾ പ്രിന്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് പേജ് പ്രിന്റ് ചെയ്താൽ എങ്ങനെയായിരിക്കും, അതായത് നമുക്ക് ആവശ്യത്തിന് മാർജിൻ ഉണ്ടോ, ഒരു പാരഗ്രാഫിന്റെ ലൈൻസ് അടുത്ത പേജിലേക്ക് പോയിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവാൻ പ്രിന്റ് ചെയ്യുന്നതിന് മുമ്പ് പേജ് പ്രിവ്യൂ എടുക്കുന്നത് നല്ലതാണ്. നമുക്ക് പേജ് പ്രിവ്യൂ ഇല്ലാതെയും പ്രിന്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ. ലെസൺ സമ്മറി. പാരഗ്രാഫ് സ്പേസിംഗ് is the amount of spacing between the text and the page margin. Line spacing is the
vertical distance between successive lines of the text in a document. Indentation determines the amount of space between the text and page margin. Header and footer features are used to place some information on the top and at the bottom of every page respectively. Orientation means the layout position of the paper for printing. Page margin refers to the blank space around the edges of the page.